നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ഒടമലയിൽ തെരുവ് നായ്ക്കളുടെ അക്രമം. കുട്ടികൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് കടിയേറ്റു. വീടുകളിലേക്ക് പാഞ്ഞെത്തി തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലത്ത് സർവീസ് നടത്തിയിരുന്ന കനിവ് 108 ആംബുലൻസുകൾ നിർത്തിയിട്ടതിനെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ ബഹളം. ആംബുലൻസ് നിർത്തിവെക്കേണ്ടി വന്നതിനെ ന്യായീകരിച്ച് CPM കൗൺസിലർമാർ. 108 ആംബുലൻസുകളെ മാറ്റിയത് സ്വകാര്യ ആംബുലൻസുകളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്ന് UDF കൗൺസിലർമാർ. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും കുമരംപുത്തൂർ സ്വദേശിയായ പാത്തുമ്മയ്ക്ക് വീടെന്ന സ്വപ്നം പൂവണിഞ്ഞില്ല. വിലങ്ങുതടിയാവുന്നത് 6.25 സെന്റ് ഭൂമിയുടെ KLU കിട്ടാത്തത്. വൻകിടക്കാർ ഏക്കർ കണക്കിന് ഭൂമി തരം മാറ്റുമ്പോഴും പാത്തുമ്മ കഴിയുന്നത് ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ. മണ്ണാർക്കാട് നൊട്ടമലയിൽ മരം മുറിക്കുന്നതിനിടെ അപകടം. കൊമ്പ് ദേഹത്ത് വീണ് യുവാവ് മരിച്ചു. നൊട്ടമല ചീളിപ്പാടം പൊന്നയത്ത് സലീമാണ് മരിച്ചത്. ഭക്ഷണം കാറിലേക്ക് എത്തിച്ചു നൽകാത്തതിന് ഹോട്ടൽ ഉടമയെ മർദ്ദിച്ച സംഭവം. 3 പേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാട്ടുകലിൽ അക്രമമുണ്ടായത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പെരിന്തൽമണ്ണ ഒടമലയിൽ തെരുവ് നായയുടെ ആക്രമണം. 10ഓളം പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സാരമായി കടിയേറ്റ ഒരു കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും 2 കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. മൗലാന ആശുപത്രിയിൽ ചികിത്സയിലുള്ള 5 വയസ്സുകാരിക്ക് സാരമായി കടിയേറ്റു. വ്യാഴാഴ്ച രാവിലെയാണ് പെരിന്തൽമണ്ണ ഒടമല, വളാങ്കുളം, മാടമ്പ്രംകുന്ന് ഭാഗങ്ങളിൽ പരക്കെ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. വീടുകളിലേക്ക് പാഞ്ഞെത്തി തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവരുടെ ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു. അതായത് ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വഴിക്കാണ് നായ വന്നത് ഫസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു കറുത്ത പട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളായിരുന്നു. അതിൽ ഒരാളെ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ട്. തുണിമയാണ് കടിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു വറുകലുണ്ട്. അവളിപ്പോൾ സൂചി വെക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന് നായ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ പറയുന്നത് കേൾക്കുന്നതൊരു 4-5 ആളെ കടിച്ചുകൊള്ളുന്നൊരു വിവരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. ഇന്ന് പേവിഷബാധ ബാധിച്ച ഒരു നായ 8 ആളുകളെ ഇന്ന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഞ്ചേരി ഹോസ്പിറ്റലുള്ളവരുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന മൈതുട്ടി മൗലവിയുടെ പേരക്കിടാവിനെയും തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട്. രൂക്ഷമായ ശല്യമാണ് തെരുവുനായകളെ കൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്കൊക്കെ ഉള്ളത്. രാവിലെ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെ പ്രയാസങ്ങളാണ്. സ്കൂൾ സമയമായാലും സ്കൂൾ ബസ്സുകളും മറ്റൊക്കെ വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. സ്കൂളിലേക്ക് പോകാനില്ല. മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ സുബഹിക്കന്നൊക്കെ പോകുമ്പോൾ വലിയ പ്രയാസങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളെയും തെരുവുനായ ആക്രമിച്ചു. പലതവണ പേനായക്കൾ ആക്രമിക്കാൻ വന്നതായി രക്ഷപ്പെട്ടവർ പറഞ്ഞു. ഞങ്ങളിത് ഫസ്റ്റ് വന്നിട്ടുണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേന്ന് പൊളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആൾ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആ വെള്ളം കുടിക്കേണ്ട ഒരു പാത്രം ഉണ്ടാകും. അപ്പോൾ തൊട്ടിലാച്ചാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അതിന് വെള്ളത്തിന് ദാഹിച്ചിട്ട് കാരണം വന്നു നിരിച്ചിട്ട് ഞങ്ങൾ മെയിൻ ചെയ്യാൻ പോയി. പിന്നെ 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഈ സിറ്റ് ഔട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ചാരിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ 2 ആളും അടിയിലായിരുന്നു. ഇവന് കുറച്ച് അപ്പുറത്തായിരുന്നു. ഇവൻ പെട്ടെന്ന് പേരുടെ മുകളിൽ കയറി ഞങ്ങൾ 2 ആളും അറ്റാക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ തന്നെ മറ്റവനെ പിടിച്ച് കടിക്കാൻ നോക്കി. ഞാനൊരു വടിയെടുത്തപ്പോൾ അങ്ങനെ ഓടും ചെയ്തു. പിന്നെ 3ാമത്തെ പ്രാവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ നിലമേത്. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായി. 3 ആളും നിലമേന്നു. തെരുവ് നായയുടെ ശല്യവും രൂക്ഷമായതോടെ ആകെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശത്തുകാർ. ഒറ്റപ്പാലത്ത് സർവീസ് നടത്തിയിരുന്ന ആരോഗ്യവകുപ്പിന്റെ കനിവ് 108 ആംബുലൻസുകൾ നിർത്തിവെക്കേണ്ടി വന്നതിനെ ന്യായീകരിച്ച് CPM കൗൺസിലർമാർ. ആംബുലൻസുകൾ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ഉയർന്നപ്പോഴാണ് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ ന്യായീകരിച്ചത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനായി രാജ്യത്താകെ നടപ്പാക്കിയ സംവിധാനമാണിതെന്നും 108 എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനം ലഭിക്കുമെന്നുമാണ് CPM കൗൺസിലർമാരുടെ വാദം. ഈ നമ്പറിൽ വിളിച്ചാൽ 20 മിനിറ്റ് കൊണ്ട് എത്തണമെന്നതാണ് ചട്ടമെന്നും നഗരസഭയ്ക്കെതിരെ ആരോപണമുന്നയിച്ച് പുകമറ സൃഷ്ടിക്കുകയാണെന്നും വൈസ് ചെയർമാൻ K. രാജേഷ് പറഞ്ഞു. ഈ സേവനം വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഈ സേവനം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇതിന്റെ സേവനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാന ഹൈവേകളിലാണ്. ആ ഹൈവേകളിൽ എവിടെ ലൊക്കേറ്റ് ചെയ്യണം, ഈ വാഹനം എവിടെ നിർത്തണം
ആംബുലൻസിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിലുൾപ്പെടെയുള്ള കാര്യം, അതിന്റെ ആക്സിഡന്റ് സോൺ ഏതാണ് എന്നൊക്കെ നേരത്തെ നിശ്ചയിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയും അതിന്റെ മോണിറ്ററിംഗ് സംവിധാനവും ഒക്കെ ജില്ലയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിലെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു സേവനമാണ് അത് ഇല്ലാതാക്കി എന്ന രൂപത്തിൽ മാധ്യമങ്ങളിലൂടെ വാർത്ത കൊടുക്കുന്നത്. ആ രൂപത്തിൽ പുകമറ സൃഷ്ടിക്കുന്നത് ഉണ്ടാകാൻ വേണ്ടി പാടുന്നതല്ല. തികച്ചും ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒറ്റപ്പാലം നഗരസഭയിൽ ഉൾപ്പെടെ പുകമറയിൽ നിൽക്കുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ ആശുപത്രിയിൽ വിളിച്ചപ്പോൾ ഈ സേവനം കിട്ടാത്ത സാഹചര്യമുണ്ടായെന്നും നിർത്തിയിടാൻ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ 2 108 ആംബുലൻസുകൾ ഇവിടെ നിന്ന് മാറ്റിയത് സ്വകാര്യ ആംബുലൻസുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും UDF കൗൺസിലർ M ഗോപാലൻ ആരോപിച്ചു. ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമില്ലേ? അതിനുള്ള ആളുകൾക്ക് ഒരുക്കി കൊടുക്കാൻ. ഇപ്പൊ അത് പോയി. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് പ്രൈവറ്റ് ആംബുലൻസ് സർവീസുകളെ സഹായിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് ആംബുലൻസ് ഒറ്റപ്പാലത്ത് പോയിട്ടുള്ളത്. ഓരോ അത്യാവശ്യ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടെ PHSകളും ഈ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഇവിടെ ഉണ്ടായ 2 സംരക്ഷിക്കാൻ കഴിവില്ലാതെ കൗൺസിലർമാരാണ് ഇപ്പൊ പൈസ അല്ലെങ്കിൽ നഗരസഭ പൈസ കൊടുക്കുക. എല്ലാ ആൾക്കാരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പറയുന്ന ഗോവൻ ഈ വാർഡിലെ ഇവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർ ആണെങ്കിൽ ആ പ്രതിപക്ഷ കൗൺസിലറുടെ വാർഡിൽ മാത്രമല്ല ഈ ആവശ്യം വരുന്നത്. ഇതൊരു പൊതു വിഷയമാണ്. ഇത് വാർഡിലെ നമ്മുടെ ഇവിടുത്തെ എല്ലാ വാർഡിലെ ആളുകൾക്കും ഒരു വിഷയം വന്നാൽ നാളെ നിങ്ങളൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ ഭരണസമിതിയായ ഓരോ ആംബുലൻസ് കൊടുക്കേണ്ടാവുമോ? തുടർന്ന് ഭരണസമിതിയും പ്രതിപക്ഷവും തമ്മിൽ തർക്കവും ഉണ്ടായി. നിലവിൽ അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് 108 സർവീസ് ഉള്ളത്. ഇവിടെ നിന്ന് ആംബുലൻസ് ഒറ്റപ്പാലത്തെത്താൻ കാലതാമസമെടുക്കും. പുറത്തെ രോഗികളെ കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ലഭിക്കില്ല. സ്വകാര്യ ആംബുലൻസുകൾക്ക് വൻതുകയാണ് ഈടാക്കുന്നതെന്നും സാധാരണക്കാർക്കായി കുറഞ്ഞ ചെലവിൽ സേവനം നൽകാൻ നഗരസഭ ആംബുലൻസ് സൗകര്യം ഒരുക്കണമെന്നും BJP UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മിതമായ നിരക്കിൽ സർവീസ് നടത്താൻ നഗരസഭ സ്വന്തമായി ആംബുലൻസ് വാങ്ങുന്ന കാര്യം പരിഗണിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കൗൺസിലിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്ന് സെക്രട്ടറി അറിയിച്ചതോടെയാണ് തർക്കം അവസാനിച്ചത്. മണ്ണാർക്കാട് നൊട്ടമലയിൽ മരം മുറിക്കുന്നതിനിടെ അപകടം, യുവാവ് മരിച്ചു. നൊട്ടമല ചീളിപ്പാടം പൊന്നയത്ത് സലീമാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. നൊട്ടമല ചേലങ്കര പച്ചക്കാട്ടിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിന്റെ കൊമ്പ് ദേഹത്ത് വീഴുകയായിരുന്നു. ഉടൻ തന്നെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഭക്ഷണം കാറിലേക്ക് എത്തിച്ചു നൽകാത്തതിന് ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. മണ്ണാർക്കാട് നാട്ടുകൽ യാസ് കഫേ ഉടമ സൽസലിനാണ് മർദ്ദനമേറ്റത്. നാട്ടുകൾ പെരുണ്ടപ്പുറത്ത് യൂസഫ് എന്ന കുഞ്ചു, കരിങ്കലത്താണി ചെത്തലൂർ, പോത്തേങ്ങൽ അബ്ദുൾ ഷുക്കൂർ, തൊടുകാപ്പ് വള്ളൂർക്കടവിൽ ഷിഹാബ് എന്നിവരെയാണ് നാട്ടുകൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. പുറത്തു നിർത്തിയ കാറിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകാനാകില്ലെന്ന് ഹോട്ടലുടമ പറഞ്ഞതാണ് സംഘത്തെ പ്രകോപിപ്പിച്ചത്. രോക്ഷാകുലരായ യുവാക്കൾ കടയിലെ ഫർണിച്ചറുകളും ഗ്ലാസുകളും തകർത്തിട്ടുണ്ട്. 10 പേർക്കെതിരെ നാട്ടുകൾ പോലീസ് കേസെടുത്തു. 50,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കടയുടമ പോലീസിനോട് പറഞ്ഞു. ഉദ്യോഗസ്ഥ ഭൂമാഫിയ സംഘങ്ങൾക്ക് കൈക്കൂലി നൽകാൻ പണമില്ല. വീട് നിർമ്മാണത്തിന് 6.25 സെന്റ് ഭൂമിയുടെ KLUവിനായി 7 മാസമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കുമരംപുത്തൂർ അവണക്കുന്നിലെ വിധവയായ പാത്തുമ്മ. വൻകിടക്കാർക്ക് ഏക്കർ കണക്കിന് ഭൂമി ഞൊടിയിടയിൽ തരം മാറ്റി നൽകുമ്പോഴാണ് പാത്തുമ്മയുടെ 6.25 സെന്റ് തണ്ണീർത്തടമാക്കി ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നത്.
കുമരംപുത്തൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ മൂന്നാമത്തെയാളാണ് പാത്തുമ്മ. കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ കിട്ടാത്തത് കാരണം വീട് നിർമ്മിക്കാനായിട്ടില്ല. ഏതു സമയവും ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് പാത്തുമ്മയും രോഗിയായ മകളും അന്തിയുറങ്ങുന്നത്. ചെങ്കലടുക്കി വെച്ച ചുമരുകൾ പലയിടത്തും വിണ്ടുകീറിയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ചുമരുകളും മേൽക്കൂരയും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. 6.75 സെന്റാണ് പാത്തുമ്മയ്ക്കുള്ളത്. വീടിന്റെ 3 ഭാഗത്തും വീടുകളാണ്. താഴ്ഭാഗത്ത് റബ്ബർ തോട്ടവും. ഈ 6 സെന്റ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും പാടമാണെന്നും കാണിച്ച് അധികൃതർ നൽകിയ രേഖയാണ് പാത്തുമ്മയുടെ സ്വപ്നത്തിന് മങ്ങലേൽപ്പിക്കുന്നത്. കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രേഖകൾ പരിശോധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പാത്തുമ്മയോട് അധികൃതർ പറയുന്നത്. മഴക്കാലത്തിനു മുൻപെങ്കിലും രോഗിയായ മകളുമൊത്ത് സുരക്ഷിതമായ വീട്ടിൽ കഴിയണമെന്നാണ് പാത്തുമ്മയുടെ ആഗ്രഹം. 30 വർഷം മുൻപ് ഭർത്താവ് മരിച്ചു. രോഗിയായ മകളാണ് കൂടെയുള്ളത്. മകൾക്ക് മാസം 2500 രൂപയുടെ മരുന്ന് വേണം. അരി റേഷൻ കടയിൽ നിന്ന് കിട്ടും. മറ്റു ചെലവുകൾക്ക് തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ആശ്രയം. വീടിന്റെ രേഖകൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങാൻ ബസ് കൂലി പോലും ആരെങ്കിലും നൽകിയിട്ട് വേണമെന്നാണ് ഈ ഉമ്മ പറയുന്നത്. ഞാൻ വില്ലേജിലും പഞ്ചായത്തിലും എല്ലായിടത്തും 5 മാസമായി പഞ്ചായത്തിൽ കയറി. വില്ലേജിൽ 5-6 പ്രാവശ്യം പോയി. അപ്പോൾ വില്ലേജ് ഓഫീസർ വന്നു, എല്ലാം കാർഡൊക്കെ എല്ലാം കൊണ്ടുപോയി. പിന്നെ കൃഷി ഓഫീസിൽ പോയി VSRനെ കണ്ടു, സാക്ഷ്യപത്രം വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തു. ഇതെല്ലാം ഞാൻ നടന്നില്ല. ബസ്സിന് അയലൊക്കെക്കാരൊക്കെ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഒരു കുട്ടി ഞാനും കിടക്കണം. ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഞങ്ങൾ നിങ്ങൾ കണ്ട് സങ്കടപ്പി കയ്യിൽ വിട്ടുക്കണു. ഞാൻ വില്ലേജ് ഓഫീസർക്ക് വിട്ടുക്കണു. കൃഷി ഓഫീസിൽ നിന്ന് ആൾ വന്നു, അവർ വന്ന് നോക്കിക്കണു. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. മുഖ്യമന്ത്രി വേഗം വില്ലേജിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതെല്ലാം പേപ്പർ അവിടെ ഒറ്റപ്പാലത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. വീട് എനിക്ക് ഫസ്റ്റിലെ വീടാണ്. അതിപ്പോൾ 3ാമത്തതാക്കിക്കണു. അവർ ഒന്ന് ഫസ്റ്റിലേക്ക് ആകുമെന്ന് വെച്ചിട്ട് വബ്ബെന്ന് വെച്ചിട്ടാണ് അത് അവർ 3ാമത്തതായത്. ഫസ്റ്റിൻ്റെ വീടാണ്. എനിക്ക് കിട്ടണതിൻ്റെ കുട്ടി ഞാൻ ഒറ്റക്കാണ്. ഇത് വീണ് പോയാൽ ഞങ്ങൾക്ക് ആരുമില്ല. സുഖമില്ലാത്തൊരു കുട്ടിയാണ്. 25 കൊല്ലമായി ഈ കുട്ടിനെ കൊണ്ടുപോകാത്ത നാടൊന്നുമില്ല. ഇപ്പോൾ കോഴിക്കോട് മിൻസിൽ സ്ഥിരം കഴിക്കണമെങ്കിൽ മാസത്തിൽ 2000 രൂപ വേണം. ഒരു മാസം 2500 രൂപ വേണം. ഭൂമി തരം മാറ്റുന്ന ഏജന്റുമാർക്ക് നൽകാനുള്ള പണം ഇവരുടെ പക്കലില്ല. 3 വിള കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് പാടങ്ങൾ പട്ടാപകൽ മണ്ണിട്ട് നികത്താനുള്ള അനുമതി മിന്നൽ വേഗത്തിൽ ലഭിക്കുമ്പോഴാണ് പാത്തുമ്മയെ പോലുള്ളവർ രേഖകൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. പുഴയുടെ പുറമ്പോക്ക് വരെ മണ്ണിട്ട് നികത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പാത്തുമ്മയുടെ 6 സെന്റിലെ തണ്ണീർത്തടത്തിന് കാവൽ നിൽക്കുന്നതെന്നതാണ് ഏറെ വിചിത്രം. പുസ്തക പ്രകാശന വേദിയിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞ എഴുത്തുകാരൻ പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പ്രഭ പുരസ്കാരം പ്രഖ്യാപിച്ചു. ശിശുരോഗ വിദഗ്ധനും അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വി വേണുഗോപാലിനെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് എടത്തറ പൊതുജന വായനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് പ്രഭ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖപുസ്തകത്തിന്റെ നിരന്തരമായ ആവിഷ്കാരത്തിലൂടെ ശ്രദ്ധേയനായിരുന്നു പ്രഭ ആനമങ്ങാട്. ക്യാപ്റ്റൻ കുഞ്ചൻ IAS എന്ന ഒറ്റ പുസ്തകത്തിലൂടെ മലയാള സാഹിത്യത്തിൽ പ്രഭ ആനമങ്ങാട് സ്വയം അടയാളപ്പെടുത്തി. തൻ്റെ സ്വന്തം പുസ്തകം പ്രകാശനം ചെയ്ത് ആഗ്രഹം സഫലമാക്കിയ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം യാത്രയായി. 2023 മെയ് 31 വിയോഗം. പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എടത്തറ വായനശാല രൂപീകരിച്ച പ്രഭ അനുസ്മരണ സമിതിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പെരിന്തൽമണ്ണയിലെ മുതിർന്ന ശിശുരോഗ വിദഗ്ധനും അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വി വേണുഗോപാലിനാണ് ആദ്യത്തെ പ്രഭ പുരസ്കാരം നൽകുക. സമ്മേളനം വിളിച്ചത് പ്രഭാ പുരസ്കാരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം മെയ് 31 സ്വന്തം പുസ്തകം, ആദ്യത്തെ പുസ്തകം ക്യാപ്റ്റൻ കുഞ്ചൻ IAS എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രഭേട്ടൻ്റെ ഓർമ്മയ്ക്ക്, പ്രഭ ആനമങ്ങാട് എന്ന പേരിൽ എഴുതുന്ന പ്രഭേട്ടൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഏർപ്പെടുത്തിയൊരു പുരസ്കാരമാണ് പ്രഭ പുരസ്കാരം. എടത്തറ പൊതുജന വായനശാലയുടെ കീഴിൽ ഈ പ്രഭേട്ടനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രഭ അനുസ്മരണ സമിതി എന്ന പേരിലൊരു സമിതി രൂപീകരിച്ചു. അപ്പോൾ അതിൽ വെച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആദരം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി വേണം എന്ന് പ്രഭേട്ടൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ഓരോ വർഷവും വേറിട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനം, സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന വേറിട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്ന ഒരാളെ കണ്ടെത്തി ആദരിക്കാം എന്ന് തീരുമാനിച്ചു. അയാൾക്ക് പ്രഭാ പുരസ്കാരം നൽകാം എന്നൊരു പ്ലാനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് ഈ വർഷം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കുറേയധികം നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങളിൽ നിന്ന്
നമ്മൾ പ്രഭാനുസ്മരണ സമിതിയുടെ തീരുമാനപ്രകാരം തിരഞ്ഞെടുത്ത ഒരാൾക്കാണ് ഇപ്രാവശ്യം പ്രഭാ പുരസ്കാരം കൊടുക്കുന്നത്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഡോക്ടർ വി വേണുഗോപാലിനെയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള കുട്ടികളുടെ ഡോക്ടറാണ്. നമ്മൾ ഏകദേശം ഈ പെരിന്തൽമണ്ണ താലൂക്ക് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു 50 വയസ്സിനിടയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും. ഭൂരിഭാഗം പേർക്കും അങ്ങനെയുള്ള ഒരു കുട്ടികളുടെ ഡോക്ടർ എന്ന നിലയിൽ പ്രശസ്തനായി തീർന്ന ആളാണ്. നല്ല സേവനം നടത്തിയിട്ടുള്ള ആളാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് 55 വർഷമായി ചെയ്ത സേവനങ്ങളും കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനകളും പരിഗണിച്ചാണ് ഡോക്ടർ വി വേണുഗോപാലിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 7,777 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 18 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് എടത്തറ വായനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രഭാ പുരസ്കാരം സമ്മാനിക്കും. ഫസ്റ്റ് ആണ് ഇത്. എടത്തറയിൽ വെച്ച് 18-ാം തീയതി, ഈ ശനിയാഴ്ച 18-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ചിട്ടാണ് ആ പുരസ്കാരം കൊടുക്കുന്നത്. 7,777 രൂപയും ഒരു പ്രത്യേക രൂപകൽപ്പന ചെയ്യുന്ന ഒരു ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതായിട്ട് സമ്മാനിക്കുക. സമ്മാനം നൽകുന്നതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കവി ഗാനരചയിതാവ് എന്ന നിലയിൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത റഫീഖ് അഹമ്മദിനെയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഗാനരചയിതാവ് എന്ന് പറയാവുന്ന റഫീഖ് അഹമ്മദിനെയാണ് നമുക്ക് അതിനെ കിട്ടിയിട്ടുള്ളത്. അന്ന് വൈകുന്നേരം എടത്തറ വായനശാലയുടെ മുൻപിൽ നടക്കുന്ന അവിടെ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ റഫീഖ് അഹമ്മദ് വേണുഗോപാലിന് ഈ പുരസ്കാരം സമ്മാനിക്കും. 30 വർഷത്തിലധികം സേവനം ചെയ്തു വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ VT മാടമ്പി, 87 തവണ രക്തദാനം നടത്തിയ പ്രദീപ് കാലടി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. പ്രദേശത്തെ LSS, SSLC, +2 ജേതാക്കളെ അനുമോദിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. എടത്തറ പൊതുജന വായനശാല സെക്രട്ടറി KM അബ്ദുൽ ഗഫൂർ, പ്രഭാനുസ്മരണ സമിതി ചെയർമാൻ സന്തോഷ് പാറൽ, കൺവീനർ E ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർമാൻ പ്രതീഷ് E ജൂനിയർ, KM അഹമ്മദ് മുനീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം ചുനങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയായ തൃശൂർ, ചാലക്കുടി, കോടശ്ശേരി ജെയ്സൺ എന്ന സുനാമി ജെയ്സണെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. ചുനങ്ങാട് പിലാത്തറ ആന്തൂർ കുന്നത്തുമനയിൽ സുധീറിന്റെ വീട്ടിൽ നിന്ന് 4 പവൻ സ്വർണവും 10,000 രൂപയും 2 ജോഡി വെള്ളിപ്പാദസരങ്ങളും കവർന്ന കേസിലാണ് തെളിവെടുപ്പ് നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്തതും എങ്ങനെ വീട്ടിലേക്ക് കയറിയതെന്നും 42-കാരനായ ജെയ്സൺ പോലീസിനോട് വിശദീകരിച്ചു. സ്വർണം എന്തൊക്കെയായിരുന്നു? കമ്മലുകളുണ്ട്, മൂക്കുത്തികളുണ്ട്. തിരിച്ചു നീ എങ്ങനെ പോയത്? അടുക്കള വഴി പോയി, വണ്ടി ചാടിപ്പോയി അല്ലേ? എന്നിട്ട് പിന്നെ ഏത് പോകത്തില്ല, എല്ലാം കഴിപ്പിക്കാൻ പോയി. അങ്ങനെ പിന്നെ ദയാൻ്റെ അവിടെ കണ്ടുപിടിച്ചു. വീടിന്റെ പിറകുവശത്തു നിന്ന് ആയുധമെടുത്താണ് വാതിൽ പൊളിച്ചത്. വീട്ടിലെ എല്ലാ മുറികളിലും കയറിയതായും പുലർച്ചെ 4 മണിയോടെയാണ് മോഷണം നടത്തിയതെന്നും ജെയ്സൺ പോലീസിനോട് പറഞ്ഞു. മോഷണ മുതലുകൾ 52,000 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 25-ന് കുടുംബം ആറ്റിങ്കൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട് പൂട്ടിപ്പോയപ്പോഴായിരുന്നു കവർച്ച. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ഇയാൾ അകത്തു കടന്നിരുന്നത്. ചുനങ്ങാട് കവർച്ച നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജെയ്സൺ പിടിയിലാകുന്നത്. ജെയ്സണിന്റെ കയ്യിൽ നിന്നും വീണ ഫോണായിരുന്നു ഇത്. മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന ജെയ്സനെ ജയിലിലെത്തിയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി
കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് കോടതിയിൽ നേരത്തെ അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് ജെയ്സനെ വിട്ടുകിട്ടിയത്. തുടർന്ന് ഒറ്റപ്പാലത്ത് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരുന്നു തെളിവെടുപ്പ്. ഒറ്റപ്പാലം ASP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI സുരേഷ് ബാബുവും സംഘവുമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് കരിപ്പൂരിൽ മെയ് 20 തുടങ്ങും. ഹജ്ജ് തീർത്ഥാടകരെയും വഹിച്ചുള്ള ആദ്യ വിമാനം 21 പുലർച്ചെ പുറപ്പെടും. ക്യാമ്പിന്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൗസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമാകും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് ആദ്യ യാത്രയിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുക. അതേ ദിവസം രാവിലെ 8 വൈകിട്ട് 3 രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. കരിപ്പൂരിൽ നിന്ന് 10,430, കൊച്ചിയിൽ നിന്ന് 4,273, കണ്ണൂരിൽ നിന്ന് 3,135 തീർത്ഥാടകർ യാത്ര തിരിക്കും. ഹാജിമാരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഹജ്ജ് ഹൗസിന്റെ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ജോലി അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറും കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൗസിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എയർപോർട്ട് അതോറിറ്റി, എമിഗ്രേഷൻ, കസ്റ്റംസ്, CISF, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, PRD, റെയിൽവേ, KSRTC, RTO, KSEB, ജല അതോറിറ്റി, BSNL, PWD റോഡ്സ്, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും കണ്ണൂർ, എറണാകുളം ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രതിനിധികളും ഓൺലൈനായി യോഗത്തിൽ സംബന്ധിച്ചു. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PT റഹീം MLA, അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, ഉമ്മർ ഫൈസി മുക്കം, ഡോക്ടർ IP അബ്ദുസലാം, KP സുലൈമാൻ ഹാജി, മുഹമ്മദ് കാസിം കോയ പൊന്നാനി, PP മുഹമ്മദ് റാഫി, PT അക്ബർ, ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൽ കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി N മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് വൈസിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കമ്മിറ്റി യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൗസിന്റെ പ്രധാന കെട്ടിടവും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം കഴിഞ്ഞ വനിതാ ബ്ലോക്കും പ്രവർത്തനം സജ്ജമായി. കരിപ്പൂരിൽ നിന്ന് 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ജൂൺ 9 വരെയുള്ള എല്ലാ സർവീസുകളും ജിദ്ദയിലേക്കാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായി ആവശ്യമായ അധിക ഷെഡ്യൂളുകളും ക്രമീകരിക്കും. ജൂലൈ 1 മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കുന്നത്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ 6 പതിറ്റാണ്ട് പഴക്കമുള്ള ചുറ്റുമതിൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നു. പോലീസ് സ്റ്റേഷന് പിൻവശത്തെ മതിലാണ് വിണ്ടുകീറി റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത്. മതിൽ പൊളിച്ചു നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് പിൻവശത്തെ ക്വാർട്ടേഴ്സിന് താഴ്ഭാഗത്താണ് മതിൽ തകർന്നിരിക്കുന്നത്. പല ഭാഗത്തായി മതിൽ വിണ്ടടർന്നാണ് നിൽക്കുന്നത്. പലയിടത്തും അടിഭാഗം ഇളകിയിട്ടുണ്ട്. 6 അടി ഉയരമുള്ള മതിൽ ഏതു സമയവും മറിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. DYSPക്ക് കൊടുത്തു, എല്ലാവർക്കും നമ്മൾ നിവേദനം കൊടുത്ത് അവരെ പോയി കാണുകയൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 40-45-50ഓളം വീട്ടുകാർ, അതേപോലെ തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന റോഡാണിത്. അതുപോലെ ഇവിടെ ഒരു മദ്രസ സ്ഥാപനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഴയ ഒരു ലിങ്ക് റോഡ്, അതായത് മണ്ണാർക്കാട് മെയിൻ റോഡിൽ നിന്ന് ഈ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് പോകുന്ന പഴയ കാലത്തെ റോഡായി. ടിപ്പു സുൽത്താൻ റോഡൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ള മെയിൻ റോഡാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വളരെ ദുരിതാവസ്ഥയിലപ്പോഴുള്ള സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു വാഹനം പോകാൻ, ഒരു ആർക്കെങ്കിലും വല്ല രോഗി മരിച്ചു അല്ലെങ്കിൽ ഒരു മരണം വരെ കൊണ്ടുവരാൻ, രോഗിയെ ഒരു ആംബുലൻസും കൂടി വരാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ് ഈ റോഡിലുള്ളത്. ഇത്രയും മോശമായ ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് നമ്മളെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന് യാത്ര. ഞങ്ങൾ നിരന്തരമായിട്ട് അധികാരികളെ കാണുകയും അതിന് മാസ് പെറ്റീഷൻ എല്ലാം കൊടുത്താണ്. ഏകദേശം ഇപ്പോൾ 5-8 വർഷമായി ഞാനും
ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ മൂപ്പരും അവരൊക്കെ ഒരുപാട് എല്ലാ ദീർഘകാലമായിട്ട് ചെയ്യുന്ന, പക്ഷേ ഇതിന് യാതൊരു പരിഹാരമില്ല. ഈ മതിൽ പൊളിഞ്ഞിട്ട് കുട്ടികളുടെ വലിയ അപകടാവസ്ഥയിലുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ഇതൊക്കെ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടാണ് കുറേയൊക്കെ മതിലൊക്കെ അങ്ങോട്ട് തള്ളിയിട്ടത്. കാരണം അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന മഴക്കാലമായി കഴിഞ്ഞ് വരും മഴക്കാലമാണ്. അതുപോലെ തന്നെ ഈ പാഴ്മരങ്ങൾ വെട്ടാൻ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടില്ലേ, ഈ പാഴ്മരങ്ങൾ ഏത് സമയത്തും ഇത് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തോ ദൈവാധീനം കൊണ്ട് അങ്ങനെ ദൂരമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ 2-3 തവണ ഇവിടെ മരം വീണിട്ട് വലിയ അപകടങ്ങളൊക്കെ ഒഴിവായി പോയതാണ്. അപ്പോൾ ഇനി ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം അധികാരികൾ കണ്ണു തുറക്കുള്ളൂ എങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റും. യാത്രക്കാരന് തെല്ല് ചെറിയൊരു ഇത് കൊണ്ടാണ് രക്ഷപ്പെട്ടെ. അന്നാണ് ഇത് വീണത്. ഒരു വണ്ടി വന്ന് വേറെ വണ്ടിക്ക് അയാൾ അവിടെ എത്തി ഈ സാധനം ഇങ്ങോട്ട് മറിഞ്ഞു. ശരിക്കും അയാൾ നല്ല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ശരിക്കും അന്ന് ഞങ്ങൾക്ക് ലൈവായിട്ട് അവിടെ ഉണ്ട്, അതുകൊണ്ട് അത്ര ഉറപ്പിച്ച് പറഞ്ഞു. മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ദേശീയപാതയിൽ മണ്ണാർക്കാട് GMUP സ്കൂൾ പരിസരത്ത് സന്ധിക്കുന്ന റോഡ് ഈ മതിലിനോട് ചേർന്നാണുള്ളത്. മണിമുണ്ട കോളനി, പത്തുകുടി, നഞ്ചപ്പ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മണ്ണാർക്കാട് GMUPS, KTMHS, ALPS, റഹ്മാനിയ മദ്രസ എന്നിവിടങ്ങളിലേക്ക് ഈ വഴിയിലൂടെയാണ് പോകുന്നത്. മതിലിന്റെ എതിർവശത്തെ വീടുകളിലെ വിദ്യാർത്ഥികൾ കളിക്കുന്നതും ഈ മതിലിനോട് ചേർന്നാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട്. മഴക്കാലമായാൽ പ്രദേശവാസികളുടെ ഉള്ളിൽ തീയാണ്. തകർന്ന മതിൽ പൊളിച്ചു പണിയണമെന്ന് വർഷങ്ങളായി ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന ക്രിയാവിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലേക്കുള്ള പ്രവേശന പരീക്ഷ ജൂൺ 23 നടക്കും. ജൂൺ 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പ്രവേശന പരീക്ഷയിൽ നിശ്ചിത മാർക്ക് നേടി പാസ്സാവുന്ന 100 പേർക്ക് സിവിൽ സർവീസ് എൻട്രൻസ് പരിശീലനത്തിന് അവസരമൊരുക്കും. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയവർക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കുമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനാവുക. പ്രവേശന പരീക്ഷയിലും തുടർന്ന് നടക്കുന്ന അഭിമുഖത്തിലും മികവ് തെളിയിക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് 100% സ്കോളർഷിപ്പോടെ പ്രവേശനം നൽകും. ശേഷം റാങ്ക് ലിസ്റ്റിൽ വരുന്ന 150 വിദ്യാർത്ഥികൾക്ക് 30% സ്കോളർഷിപ്പോടെയും പ്രവേശനം നൽകും. ക്രിയയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത്തവണയും 6 കേന്ദ്രങ്ങളിലായാണ് എഴുത്തു പരീക്ഷ നടക്കുന്നത്. കോഴിക്കോട്, പെരിന്തൽമണ്ണ, ഡൽഹി, കണ്ണൂർ, തിരുവനന്തപുരം, ലക്ഷദ്വീപിലെ കവരത്തി എന്നീ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുക. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലും ലക്ഷദ്വീപിലെയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. ഉന്നത ഉദ്യോഗ രംഗത്ത് മലബാറിൽ നിന്നുള്ള കൂടുതൽ ഉദ്യോഗാർത്ഥികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിയാ പദ്ധതിയും മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ചതാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി. ആദ്യ ബാച്ചിലെ 1 വിദ്യാർത്ഥിക്ക് സിവിൽ സർവീസ് ലഭിച്ചിരുന്നു. ആദ്യ ബാച്ചിലെ 9 വിദ്യാർത്ഥികൾക്ക് പ്രിലിംസ് പരീക്ഷയും 3 പേർ മെയിൻസ് പരീക്ഷയും പാസ്സായി. ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രമുഖ ഫാക്കൽറ്റികളാണ് അക്കാദമിയിൽ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. നിലവിൽ സർവീസിലുള്ളവരും വിരമിച്ചവരുമായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനെത്താറുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദ വിദ്യാർത്ഥികൾക്കായി ഈ വർഷം സിവിൽ സർവീസ് ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സും അക്കാദമി ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായി മെയ് 11 കേരളത്തിലെ 60 കേന്ദ്രങ്ങളിൽ ടാലന്റ് പരീക്ഷ നടന്നു കഴിഞ്ഞു. 6000ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ശ്രീലക്ഷ്മി നാരായണ മഠം പുതിയതായി നിർമ്മിച്ച നിത്യാനന്ദാശ്രമത്തിന്റെ ഉദ്ഘാടനവും ആശ്രമ പ്രതിഷ്ഠയും മെയ് 20 രാവിലെ 10 നടക്കും. കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും. ഒലവക്കോട് ശിവാനന്ദാശ്രമം മുൻ മഠാധിപതി നിത്യാനന്ദ ഗുരുദേവന്റെ ഓർമ്മയ്ക്കായാണ് നിത്യാനന്ദാശ്രമം തുടങ്ങുന്നതെന്ന് ലക്ഷ്മി നാരായണ മഠം മഠാധിപതി മാതാ സത്യപ്രിയാനന്ദ സരസ്വതി, സനാതനം സംസംഗ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M. വിഷ്ണുനാരായണൻ, സെക്രട്ടറി UK വാസുദേവൻ, സ്വാഗത സംഘം ചെയർമാൻ A. ശങ്കരനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24 മെയ് മാസം നടക്കുന്ന ആശ്രമത്തിൻ്റെ ഉദ്ഘാടനമാണ്. അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സ്വാമികളാണ് നിർവഹിക്കുക. അന്ന് തന്നെ ഒരു ദക്ഷിണാമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠാശ്രമത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം അദ്ദേഹം നിർവഹിക്കും. അതിനേക്കാൾ ഉപരി ഒരു 30ഓളം കേരളത്തിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, സ്വാമിജിമാരും സ്വാമിനിമാരുമായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, വിവിധ മഠങ്ങളിലുള്ളവർ
ഇവിടെ സംഗമിക്കുന്ന ഒരു സന്ദർഭമാണ്. അവർക്കൊരു യതിപൂജ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയായി ഇതിനെ മാറ്റുകയാണ്. അതായത് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന സങ്കല്പത്തിലാണ് നമ്മുടെ സനാതന ധർമ്മം നിലനിന്ന് വരുന്നത്. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മണ്ണമ്പറ്റയിലെ നമ്മുടെ ഗ്രാമത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ചെറിയ സ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷനാകും. വൈകിട്ട് 4-ന് ഭാഗവത സപ്താഹം തുടങ്ങും. പാറക്കൂട്ട് നാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന, ഭാഗവത പ്രഭാഷണങ്ങൾ, സത്സംഗങ്ങൾ എന്നിവയും ഉണ്ടാകും. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം EMS പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 LSS USS വിജയികളെ അനുമോദിച്ചു. K. പ്രേംകുമാർ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി B. രാജേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ, O. മോഹൻദാസ്, T. വാസുദേവൻ, ഗോവിന്ദൻ, M. ഹരിദാസൻ, PR സന്ദീപ്, P. മുകുന്ദൻ, MK പ്രദീപ്, വേണുഗോപാലൻ, CC ജയശങ്കർ എന്നിവർ സംസാരിച്ചു. കുലിക്കല്ലൂർ മപ്പാട്ടുകര പള്ളിയാൽത്തൊടി ഉമറുൽ ഫാറൂഖ് സുന്നി മദ്രസയ്ക്ക് പുതിയ കെട്ടിടമായി. കെട്ടിടോദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. മഅ്ദിൻ ചെയർമാനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ ഇബ്രാഹിം ഖലീലുൽ ബുഹാരി തങ്ങളാണ് മദ്രസയുടെ പുതിയ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. സിറാജുദ്ദീൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. വാരണാക്കര ഹസനുൽ ബുഹാരി തങ്ങൾ, KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ജാബിർ സക്കാഫി മപ്പാട്ടുകര, ഉമർ അൽ ഹസനി, കുഞ്ഞാപ്പ ഹാജി എന്നിവരും മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. പുതിയ അധ്യയന വർഷാരംഭം മികച്ചതാക്കാൻ ചെർപ്പളശ്ശേരി ഫെല്ലാസ് ഫാൻസി ആൻഡ് ഫുട്വെയർ ഒരുങ്ങി. വ്യത്യസ്തമായ ബ്രാൻഡുകളുടെ സ്കൂൾ ബാഗുകളും കുടകളും നോട്ട് ബുക്കുകളും മറ്റു പഠനോപകരണങ്ങളുമെല്ലാം മിതമായ നിരക്കിലാണ് ഫെല്ലാസിൽ ഒരുക്കിയിട്ടുള്ളത്. ഒമ്പത് വർഷക്കാലമായി ചെർപ്പളശ്ശേരിക്ക് ഫാൻസി കോസ്മെറ്റിക്സ് ഐറ്റംസിൻ്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഫെല്ലാസ് ഫാൻസിയിൽ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് സ്കൂൾ ഐറ്റംസിൻ്റെ വിപുലമായ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ ബ്രാൻഡുകളുടെ പുതുപുത്തൻ മോഡലുകളിലുള്ള സ്കൂൾ ബാഗുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, നോട്ട് ബുക്കുകൾ, മറ്റ് സ്റ്റേഷനറി ഐറ്റംസ്, ഫുട്വെയറുകൾ തുടങ്ങിയവയെല്ലാം മിതമായ നിരക്കിൽ ഫെല്ലാസിൽ ലഭിക്കും. സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നുവെന്നതാണ് ഫെല്ലാസിൻ്റെ പ്രത്യേകത. ചെർപ്പളശ്ശേരിയിൽ ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10 കൊല്ലത്തിൻ്റെ മേലെയായി. നല്ല സഹകരണമാണ് ഇപ്പോൾ ജനങ്ങൾ ഞങ്ങളോട് കാണിച്ചതും ഞങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ചെർപ്പളശ്ശേരിയിലെ ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പർച്ചേസിംഗാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ സാധനങ്ങളൊക്കെ ഏതാണ്ട് A to Z ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വിലയൊക്കെ ഒരുപാട് കുറച്ചിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളാണ് ഞങ്ങളുടെ ബലം, കസ്റ്റമറാണ് ഞങ്ങളുടെ എല്ലാം. കൂടാതെ എല്ലാവിധ ഫാൻസി ഐറ്റംസുകളും, കോസ്മെറ്റിക്സ്, ടോയ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, പെർഫ്യൂംസ്, ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ടോയ്സുകൾ തുടങ്ങിയവയുടെ മറ്റെങ്ങുമില്ലാത്ത കളക്ഷനും ഫെല്ലാസിൽ ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ശ്രേണിയിലുള്ള ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വിശാലമായ സെക്ഷനും ഫെല്ലാസിലുണ്ട്.
ഉപഭോക്താക്കളുടെ സംതൃപ്തിയും പിന്തുണയുമാണ് ഫെല്ലാസിൻ്റെ വിജയമെന്നും തുടർന്നും സഹകരണം ഉണ്ടാകണമെന്നും ഉടമകൾ അഭ്യർത്ഥിച്ചു. വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടന്ന ചടങ്ങിൽ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ ആതിര കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നറുക്കെടുപ്പോ മറ്റു ഉപാധികളോ ഇല്ലാതെ തന്നെ പർച്ചേസിനൊപ്പം ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ പട്ടാമ്പി ഷോറൂമിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്ന ചടങ്ങിൽ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ ആതിര കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൻ്റെ ഈ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈ ഇവൻറ്റിൻ്റെ ഭാഗമാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇതെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻ മാനേജർ മോബേഷ് ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വ്യത്യസ്തങ്ങളായ ഓഫറുകളാണ് ഈ കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നിവ സമ്മാനമായി നൽകുന്നു. വധൂവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡ്ഡിംഗ് സൂട്ട്, ഷെർവാണി, വെഡ്ഡിംഗ് ധോത്തി തുടങ്ങി ഒരു വിവാഹത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ബജറ്റിനിണങ്ങിയ വിലയിലും ഡിസൈനിലും ഇമ്മാനുവലിൽ ലഭ്യമാണ്. കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ജെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി ഏറ്റവും പുതിയ ട്രെൻഡഡ് ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഒരു പുത്തൻ ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യാൻ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന് സാധിക്കും. വിവാഹ പർച്ചേസ് ചെയ്യുന്നവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഇമ്മാനുവൽ സിൽക്സ് മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ ഓടമലയിൽ തെരുവ് നായ്ക്കളുടെ അക്രമം. കുട്ടികൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് കടിയേറ്റു. വീടുകളിലേക്ക് പാഞ്ഞെത്തി തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലത്ത് സർവീസ് നടത്തിയിരുന്ന കനിവ് 108 ആംബുലൻസുകൾ നിർത്തിയിട്ടതിനെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ ബഹളം. ആംബുലൻസ് നിർത്തിവെക്കേണ്ടി വന്നതിനെ ന്യായീകരിച്ച് CPM കൗൺസിലർമാർ. 108 ആംബുലൻസുകളെ മാറ്റിയത് സ്വകാര്യ ആംബുലൻസുകളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്ന് UDF കൗൺസിലർമാർ. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും കുമരംപുത്തൂർ സ്വദേശിയായ പാത്തുമ്മയ്ക്ക് വീടെന്ന സ്വപ്നം പൂവണിഞ്ഞില്ല. വിലങ്ങുതടിയാവുന്നത് 6.25 സെന്റ് ഭൂമിയുടെ KLU കിട്ടാത്തത്. വൻകിടക്കാർ ഏക്കർ കണക്കിന് ഭൂമി തരം മാറ്റുമ്പോഴും പാത്തുമ്മ കഴിയുന്നത് ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ. മണ്ണാർക്കാട് നൊട്ടമലയിൽ മരം മുറിക്കുന്നതിനിടെ അപകടം. കൊമ്പ് ദേഹത്ത് വീണ് യുവാവ് മരിച്ചു. നൊട്ടമല ചീളിപ്പാടം പൊന്നയത്ത് സലീമാണ് മരിച്ചത്. ഭക്ഷണം കാറിലേക്ക് എത്തിച്ചു നൽകാത്തതിന് ഹോട്ടൽ ഉടമയെ മർദ്ദിച്ച സംഭവം. 3 പേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാട്ടുകലിൽ അക്രമമുണ്ടായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.